ഹായ് ഹലോ നമ്മൾ യാത്രയിലാണ്, വേറെ എവിടെയല്ല. എൻ്റെ ഇക്കാട അമ്മയുടെ വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ദാഹമായി, അങ്ങനെയാണല്ലോ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് ദാഹിക്കും. അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി. ഒരു വലിയ ജഗ് നിറയെ നാരങ്ങ വെള്ളം കൊണ്ട് തന്നെ. ഇവൾക്ക് സോഡ നാരങ്ങ മതി എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചിട്ട് കുടിക്കാതിരിക്കുന്നതാണേ. മൊത്തം കുടിപ്പിച്ചിട്ടേ അവിടെ തണുപ്പിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ യാത്ര തുടർന്നു, സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ അമ്മയുടെ വീട്. അങ്ങനെ സ്ഥലത്തെത്തി അമ്മ സ്പെഷ്യലായിട്ട് അവിയൽ, കണവത്തോരൻ, മീൻ പൊരിച്ചത്, മീൻ കറി, പപ്പടം, അങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇതാ ചായ തന്നു, ചായ കുടിച്ച്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സുഖമാണ് കേട്ടോ, ഒന്നും ഉണ്ടാക്കണ്ട. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് തരും, ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും. എത്ര നല്ല ആചാരം. അങ്ങനെ നാളെ ഒരു യാത്ര പോകുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കണം. മക്കളെയൊക്കെ ശ്രദ്ധിക്കണേ, ഓക്കെ ആക്കണേ, നേരെ ആക്കണേ, വെള്ളത്തിലോട്ട് ഇറക്കല്ലേ, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം കണ്ട കുറേ സ്ത്രീകളിൽ ഒരു നല്ല ഒരു സ്ത്രീയുടെ ഒരു ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. അത്രയും ഒരു നല്ല അമ്മയാണ് കേട്ടോ എൻ്റെ അമ്മ. അങ്ങനെ നമ്മൾ രാത്രിയായപ്പോൾ കലാപരിപാടികൾ തുടങ്ങി. എല്ലാ ഓണ സമയത്തും നമ്മളിതുപോലെ അമ്മയുടെ വീട്ടിൽ കൂടും. സഹോദരങ്ങൾ നമ്മളെല്ലാവരും കൂടി കളിക്കും. ഇങ്ങനെ ഓരോ ഓണപ്പരിപാടികൾ ഇതുപോലത്തെ മത്സരങ്ങൾ വയ്ക്കും, സമ്മാനങ്ങൾ കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ കുളം കരയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയല്ലോ. പിന്നെ അതുപോലെ നാരങ്ങ സ്പൂണ് കുട്ടികളുടെ ഉണ്ടായിരുന്ന, നമ്മൾ വലിയ പെൺപിള്ളേരുടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നാരങ്ങ സ്പൂണിനും എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ കസേര ചുറ്റലായപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് തലച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കസേര ചുറ്റലിന് എൻ്റെ അനിയത്തിയല്ല, ഇക്കാടെ അനിയത്തി ഷാലു എന്ന് പറയാം, അവൾക്കാണേ ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ കുറേ മത്സരങ്ങൾ, കളികൾ, അങ്ങനെ ഒരു എന്ത് പറയാനാ, എല്ലാം മറന്നിട്ട് കുറച്ച് നേരം, അങ്ങനെ കുറേ നേരം നമ്മളങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നേ. ഇക്കടെ ബന്ധുക്കളെയൊക്കെ കാണുമ്പോഴത്തേക്ക് വല്ലപ്പോഴല്ലേ കാണുക, അപ്പോൾ അതിൻ്റേതായ സന്തോഷവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയും ഉണ്ട് എല്ലാത്തിനും. അവസാനം സമ്മാനദാനം അമ്മയാണ് തന്നത്. പക്ഷേ വീഡിയോ മിസ്സായി പോയിട്ടാ, ഇടാൻ പറ്റൂല, അത് എടുത്തത് ശരിയായില്ല. അപ്പോൾ പിന്നെ അതിടണില്ല. അപ്പോൾ വേറൊന്നുമില്ല, രാത്രിയായപ്പോൾ നമ്മൾ നല്ല കപ്പിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നോ അടിപൊളി ചിക്കൻ കറി അമ്മയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ സൂപ്പറായിട്ട് എല്ലാവരും കൂടിയൊക്കെ ഫുഡെല്ലാം കഴിച്ച്. പിന്നെ അതാ ആണുങ്ങളൊക്കെ അവരുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പുറത്തിരിപ്പുണ്ട്. നമ്മൾ പെൺപിള്ളേരും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഫുഡെല്ലാം കഴിച്ച് അകത്തുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.